രാഷ്ട്രീയ നേതാക്കൾക്ക് 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഭഗവതിന്റെ പ്രസ്താവനയെന്നാണ് സൂചന. മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. നാഗ്പൂരിലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു പരാമർശം. वक्त ऐसा म्हणाले 75 वर्ष का आपने किया, लेकिन मैं इसका अर्थ जानता हूँ। 75 वर्ष की साल जब उड़ी जाती है तो उसका अर्थ ये होता है कि अब आपकी आयु हो गई, अब जरा बाजू हमको करने. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, വലിയ കഷ്ടമാണല്ലോ RSS മേധാവിയുടെ അവസ്ഥ. നരേന്ദ്രമോദിയോട് നേരിട്ട് പറയാൻ കഴിയാത്തത് പൊതുയോഗത്തിൽ വന്ന് പറയേണ്ട അവസ്ഥയിലാണല്ലോ. ഷമ്മി, തീർച്ചയായും ഈ നരേന്ദ്രമോദി ഇനിയും 2029 വീണ്ടും പ്രധാനമന്ത്രിയായി വരുമെന്നൊക്കെ BJP പറയുമ്പോഴാണ് RSSന്റെ നേതാവായ മോഹൻ ഭാഗവത് ഈ 75 വയസ്സ് എന്ന പ്രായപരിധി, BJPയിലെ പ്രായപരിധി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. നേരത്തെയും അദ്ദേഹം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിപ്പോൾ നാഗ്പൂരിലെ ഒരു ചടങ്ങിൽ, അതായത് നാഗ്പൂരിലെ RSS നേതാവിൻ്റെ ചടങ്ങിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. RSSന്റെ നേതാവായ മോറപ്പന്ത് പിഗ്ലയെ പറ്റിയുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് 75 വയസ്സ് പൂർത്തിയായാൽ പിന്നീട് 75 വയസ്സ് പൂർത്തിയായതിൻ്റെ ഒരു ഷാൾ അണിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിരമിക്കാനുള്ള സമയമായി അല്ലെങ്കിൽ എന്നുള്ളൊരു സന്ദേശം കൂടിയാണെന്ന് മോറപ്പന്ത് അടക്കമുള്ള RSSന്റെ പഴയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മോഹൻ ഭാഗവത്തിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം ഇന്ന് കഴിഞ്ഞ ദിവസം നാഗ്പൂരിലുണ്ടായത്. സന്തോഷത്തോടെ പിന്നീട് വിരമിക്കുകയാണ് വേണ്ടതെന്നും 75 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയ സമർപ്പണം ഉണ്ടെങ്കിലും ആ ഒരു രാഷ്ട്രീയ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് വിരമിക്കുകയും പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ് വേണ്ടതെന്ന് മോഹൻ ഭാഗവത് പറയുന്നത്. സ്വാഭാവികമായും അത് നരേന്ദ്രമോദിയെ ഒന്നും വെച്ചുകൊണ്ടാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഒന്നടങ്കം പറയുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ശിവസേന, ഉദ്ധവ് വിഭാഗമെല്ലാം തന്നെയും നരേന്ദ്രമോദിക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 75 വയസ്സ് പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ മോദി മാറി നിൽക്കണമെന്ന് RSS പറയുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ശിവസേന, ഉദ്ധവ് വിഭാഗം നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ നേരത്തെയും അതോടൊപ്പം തന്നെ ഈ മുരളി മനോഹർ ജോഷി, LK അദ്വാനി അടക്കമുള്ള പഴയ BJP നേതാക്കളെല്ലാം തന്നെയും ഈ പ്രായപരിധി പറഞ്ഞുകൊണ്ടാണ് BJPയിൽ ഇത്തരത്തിൽ ഇവരെ മാറ്റി നിർത്തിയത്. അന്ന് നരേന്ദ്രമോദി മാറ്റി നിർത്തിയത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് ഈ 75 വയസ്സെന്ന ഒരു പ്രായപരിധി കൊണ്ടുവന്നത്. ആ ഒരു പ്രായപരിധി അത് തനിക്ക് സ്വയം മോദി ബാധകമാക്കുമോ എന്ന് നോക്കിക്കാണാം എന്നെല്ലാം തന്നെയും അവിടെ ഈ പ്രതിപക്ഷ നേതാക്കൾ, ഉദ്ധവ് വിഭാഗം അടക്കമെല്ലാം തന്നെയും സഞ്ജയ് റൌത്ത് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് മറ്റുള്ള ഇതിനു മുമ്പുള്ള LK അദ്വാനിയെ പോലുള്ള നേതാക്കൾക്ക് ഉണ്ടായ അതേ അനുഭവം മോദിക്ക് ഉണ്ടാകുമ്പോൾ മോദിയെ മാറ്റി നിർത്തുമ്പോൾ എന്നെല്ലാം തന്നെയും ഇനി വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പക്ഷേ RSSനെ സംബന്ധിച്ച് RSSന് പ്രത്യേകമായൊരു പ്രായപരിധിയില്ല. മോഹൻ ഭാഗവതിനും ഈ സെപ്റ്റംബർ 11 മോഹൻ ഭാഗവതിനും 75 വയസ്സ് പൂർത്തിയാകുന്നത്. എന്തായാലും മോഹൻ ഭാഗവതിൻ്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ ഉന്നം വെച്ചാണെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം. മഹാരാഷ്ട്രയിൽ നേരത്തെയും സമാനമായി നാഗ്പൂരിൽ കഴിഞ്ഞൊരു സമ്മേളനത്തിൽ നാഗ്പൂരിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ അന്നും ഈ ഒരു വിഷയം വലിയ ചർച്ചയാക്കി ഉദ്ധവ് വിഭാഗം എടുക്കുകയും തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ വേണ്ടി RSSന്റെ അനുവാദം തേടിയാണ് മോദി എത്തിയതെന്നെല്ലാം തന്നെയും ചില ചർച്ചകൾ അന്നും ഉണ്ടായിരുന്നു. എന്തായാലും BJP അതിനെ പൂർണ്ണമായും വിയോജിക്കുകയാണ്. BJP പറയുന്നത് നരേന്ദ്രമോദിക്ക് പ്രത്യേകമായ ഇളവുണ്ട്. അദ്ദേഹം വരുന്ന ഈ 2029 അദ്ദേഹം തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമെന്നൊക്കെ BJP പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു വിരമിക്കൽ അല്ലെങ്കിൽ ഈ പ്രായപരിധി BJPക്കുള്ളിലും RSSനും വളരെ വലിയ ചർച്ചയാകുന്നു. നരേന്ദ്രമോദി മാറി നിൽക്കണമെന്ന് ഒരു വിഭാഗം വലിയ RSSും ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ മോഹൻ ഭാഗവതിനെ പോലുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഷമ്മി, സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.